ശഅബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തുപുറത്ത് മാപ്പാക്കി തരട്ടെ. ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അല്ലാഹുവിന്റെ ആപത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് മാപ്പാക്കി അപകട മരണങ്ങളിൽ നിന്നും പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ വിവിധ പ്രസ്ഥാനങ്ങൾ അന്വേഷണങ്ങളോട് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രസ്ഥാന അന്വേഷണങ്ങളോട് ഒക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹീങ്ങളോടും കുടുംബസമേതം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ പകൽ പിരിവ് 13,274 രൂപ. മരണപ്പെട്ട അനിയന്റെ പേരിൽ ദുആ ചെയ്യാൻ ഷെരീഫ് ഇബ്രാത്തി 4,000 രൂപ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക്. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും മരണപ്പെട്ടവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാനും എനിക്ക് അബ്ദുള്ള ഉടമന കോളേജ് വിദ്യാർത്ഥിയുടെ പിതാവാണ് കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് 15,000 രൂപ. മരണപ്പെട്ട മാതാവിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ കാവിൽ ബഷീർ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് 15,000 രൂപ സംഭാവന. മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യുന്ന 5,000 രൂപ സംഭാവന. ഒരു സഹോദരി ഉംറക്ക് പോവുകയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ സംഭാവന. മരണപ്പെട്ട സ്വന്തപ്പെട്ട ആയുഷുമ എന്നവരുടെ പേരിൽ ദുആ ചെയ്യാൻ 20,000 രൂപ സംഭാവന. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ പേരിൽ ദുആ ചെയ്യാനും ചേങ്ങോടൻ സെലി 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോട് വിട പറഞ്ഞ തോങ്ങൽ അൻവർ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് റയാൻ അലി എന്ന കുട്ടിയുടെയും മാമ്പറ്റപ്പറമ്പിൽ സയ്യിദലവി എന്ന കുട്ടിയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ശേഷം ദിവസമായിരിക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഉടനെ നമ്മൾ മയ്യത്ത് നമസ്കരിക്കും. കുറച്ച് 2-3 ആഴ്ച നമസ്കരിച്ചിട്ട് മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. നമ്മുടെ സമസ്ത ഉപാധ്യക്ഷൻ ഷെയ്ഖുന UM അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ മലേഷ്യയിലെ പൗരപ്രമുഖനായിരുന്ന മസായി പുണ്യ ഹാജി എന്നറിയപ്പെടുന്ന ഹാജി മുഹമ്മദ് കുട്ടി ബിൻ മുഹ്യിദ്ദീൻ, അദ്ദേഹം മലേഷ്യയിൽ ചെല്ലുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ആളുകൾക്കൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്വീകരണവും ഒക്കെ നൽകുന്ന, അതുപോലെ തന്നെ ദീനീ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് സമസ്തകൾ ഒരുപാട് വലിയ സാമ്പത്തികമായ അല്ലാത്ത രീതിയിലൊക്കെ വലിയ സംഭാവനകളും അതുപോലെ തന്നെ വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഇന്നലെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ സമസ്തയുടെ സമ്മേളനത്തിനൊക്കെ വരാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിരുന്ന മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് അവസരത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ സംസ്കാരമാവും എല്ലാവരും പങ്കെടുക്കുക. പിന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ മഹല്ലത്തിന്റെ ബഹുമാനപ്പെട്ട KK ഉസ്താദ്, അദ്ദേഹത്തിന് ദർസുകളിൽ നിന്നൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, വലിയ കുട്ടികൾക്കൊക്കെ കിതാബ് ഓതി കൊടുക്കുന്ന അൻവരിയ കോളേജിൽ, അതുപോലെ തന്നെ ഇപ്പോ ജാമിയ ഹസനിയ കല്ലേക്കാട് കോളേജിലൊക്കെ ആയിട്ട് 50 വർഷം പൂർത്തിയായി. അതിന് അദ്ദേഹത്തിന് 1000-കണക്കിന് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു ആദരവ് ചടങ്ങ് നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 26-ാം തീയതി തിങ്കളാഴ്ച അവിടെ കോളേജിൽ വെച്ച്, ജാമിയ ഹസനിയ കോളേജിൽ വെച്ച്
വളരെ വിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ആദരവ് ചടങ്ങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം സന്തോഷത്തോടുകൂടെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഇൽമിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് കാലം ദീനിൽ സേവനം ചെയ്യാൻ ആരോഗ്യത്തോടും ആഫിയത്തോടും ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ദുആ ചെയ്യുക. പ്രിയമുള്ള സഹോദരന്മാരെ, കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് വായിക്കണം. നമുക്കറിയാം, ഈ തിങ്കളാഴ്ച 26 ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുമ്പൊക്കെ സ്വാതന്ത്ര്യ ദിനമാകട്ടെ റിപ്പബ്ലിക് ദിനമാകട്ടെ നമ്മളൊക്കെ വളരെ ഇന്ത്യക്കാരായ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെയാണ് അതിലേക്ക് വരവേറ്റിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതെല്ലാം ഒരു ആശങ്കയോടുകൂടിയാണ് വരവേൽക്കാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പൂർണ്ണമായി അതിന്റെ ഒരു പരമാധികാരം ഇന്ത്യയുടെ കയ്യിൽ എത്തിയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായെങ്കിലും ഇന്ത്യയുടെ ആ ഒരു പരമാധികാരം കിട്ടിയിരുന്നില്ല. അത് ജോർജ് നാലാമൻ അയാളുടെ കയ്യിലായിരുന്നു അതിന്റെ ഒരു പരമാധികാരം ഉണ്ടായിരുന്നത്. പിന്നീട് അത് 2 വർഷവും 11 മാസവും 18 ദിവസവും കഴിഞ്ഞിട്ടാണ് 1950 ജനുവരി 26 രാവിലെ 10:18 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അതോടുകൂടെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തലവനായിട്ട്, പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ രാഷ്ട്രതലവനായിട്ട് രാജേന്ദ്ര പ്രസാദ് നിലവിൽ വന്ന് അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ എന്ന ഈ ഒരു ദിനത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നതും നമ്മളത് ആഘോഷിക്കുന്നു. പൂർണ്ണമായി ഇന്ത്യക്കാരുടെ കീഴിൽ ഇന്ത്യ വന്ന ആ ഒരു ദിവസം, ആ ഒരു ദിവസത്തെ ചടങ്ങില് 2-3 ചടങ്ങുകൾ നടത്താറുള്ളത്. പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റിൽ പോയി അവിടെ ഒരു പുഷ്പചക്രം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതവിടെ നടത്താൻ കാരണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വീരമൃത്യു വരിച്ച ഒരുപാട് സേനാനികൾ 95,300 ആളുകളുടെ പേര് അവിടെ ഇന്ത്യ ഗേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷമായിട്ടുള്ള നമ്മുടെ മുസ്ലിങ്ങളായ ആളുകളാണ് ഏകദേശം 65% ആളുകൾ ആ പേരുകളുടെ കൂട്ടത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാണല്ലോ ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മിക്കവാറും. അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. 65%, ഏകദേശം 61,995 പേരുകൾ അതിൽ മുസ്ലിങ്ങളുടെ പേരാണ്. എന്നിട്ടും അവിടെയൊക്കെ ചെയ്ത് ആ കർമ്മം നിർവഹിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിവരമൊക്കെ വളർന്നു വരുന്ന തലമുറക്ക് ഇത് നീട്ടിപ്പരത്തി പറയുകയല്ല, നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഓരോ ദിവസങ്ങളും വരുമ്പോൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് റിപ്പബ്ലിക് ദിനമായിട്ട് ഏതാണെങ്കിൽ നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന മക്കൾക്ക് അതിന്റെ സന്ദേശങ്ങൾ കൃത്യമായി നമ്മൾ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ നമുക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യവും അതിനനുസരിച്ച് യോജിക്കുന്ന അതിനനുകൂലമായ ഭരണകൂടത്തിൽ അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. അതിനെതിരായി നിൽക്കുന്ന ഭരണകൂടങ്ങൾ അല്ലാഹു തആല തകർത്ത് ധരിപ്പണമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا ونبينا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين راج سيدنا الملك الجبار الله. الله ഇവിടെ ഈ വായിച്ച സംഭാവനകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, പള്ളിയിലേക്കും കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്കുമായി നൽകിയ സംഭാവനകൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളുടെ രോഗങ്ങൾ പരിപൂർണമായും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് ഉദ്ദേശിച്ചാണോ ഈ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്നതും അതുപോലെ ഞങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് ബോക്സുകളിലേക്ക് നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ അവിടെ സംഭാവനകൾ നൽകിയതും ഒക്കെ ആ ഉദ്ദേശങ്ങളൊക്കെ നിനക്ക് കൃത്യമായി അറിയാൻ റബ്ബേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്തവരുടെ റബ്ബേ, അവരുടെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ റബ്ബേ. ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകളോ ബുദ്ധിമുട്ടുകളോ ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് ഈ നിമിഷം തന്നെ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പകരം നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബറും നീ
ഖബറിടം നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ കവാടങ്ങൾ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു സ്വാലിഹീങ്ങളോടും അവരെയും ഞങ്ങളെയും നീ കുടുംബസമേതം ഒരുമിച്ച് കൊടുക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ബിഫൗലിക വകറമി വജൂദിക യാ അക്രമൽ അക്രമീൻ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസല്ലം.